എന്ത് വന്നാലും ഇടപെടുന്ന മുട്ടിപ്പടിയിലെ തങ്ങളെന്ന് പറയുന്ന ഇദ്ദേഹം എന്തുകൊണ്ട് സ്വന്തം സ്ഥാപനത്തിലെ പ്രധാന മുദർരിസായി പ്രതിഷ്ഠിച്ച ഈ ഷിയാ ഫൈസി, ഈ ഉമ്മത്തിന് അപമാനമായ അദ്ദേഹം ഹുസൈനാരെ സംബന്ധിച്ച് ഹുസൈനാരെ കൊല്ലേണ്ടത് തന്നെയാണ് എന്ന് എഴുതി വച്ചപ്പോ ആ പുസ്തകവും അദ്ദേഹവും ശരിയല്ല, പുറത്താക്കലൊക്കെ പിന്നെ ഒരു വാക്ക് എഴുതാൻ വരെ കഴിഞ്ഞു. ഏറ്റവും വലിയൊരു ദുരന്തമുണ്ടായിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല? എല്ലാരും പറയണം ഉത്തരം. മുഷാവറ എന്തിനാ മുഷാവറ എന്ന് പറഞ്ഞിരിക്കണ്? എന്ത് മൗനാത്? ഈ മൗനത്തിന്റെ അർത്ഥം എന്താ? യൂട്യൂബർമാരില്ലേ കുറെ എണ്ണം, മടവൂര് ശൈഖിനെ കുറിച്ച് ഒരു പാട്ട് പാടിയാൽ ആ പാട്ട് ശരിയല്ലെന്ന് പറഞ്ഞു വരുന്ന കുറെ എണ്ണല്ലേ വഹാബി കൂട്ടങ്ങൾ. എവിടെ ഈ വിഷയത്തിൽ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? എന്തിനാ മുഷാവറ? ഞങ്ങളിത് ശക്തമായി പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതൊരു വലിയ അബദ്ധമാണ് കൂട്ടുകാരെ, ചെറിയ അബദ്ധം എന്നല്ല, വലിയ ദുരന്തം. കാരണം അഹ്ലു ബൈത്ത് റസൂലില്ലാഹ്, ആ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം അത് ഈമാനിന്റെ അടിസ്ഥാനമാണ്. ആ ഹുസൈനാരെ കൊല ചെയ്യേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിന്റെ അർത്ഥം? അത്രയും വലിയ അബദ്ധം ചെയ്ത AP സമസ്തായിസം അന്ന് ശംസുലമ പറഞ്ഞ ആ ഗണത്തിൽ തന്നെ പെട്ടു എന്നതിന് ഇനി വേറെ തെളിവ് വേണം. നമ്മൾ പറയുന്ന വിഷയവും അതാണ്. നമ്മൾ ഒരിക്കലും ഒരാളോട് വ്യക്തിപരമായി എന്തോ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളൊരു വ്യക്തിയെ കുറിച്ച് പറയുന്ന എന്തിനാ? ആ വ്യക്തി ദീനിനെതിരെ പറഞ്ഞു എന്നതാണ്. ഈ ഷിയാ ഫൈസി കുറച്ചു കാലമായി അഹ്ലു ബൈത്തിന്റെ പിന്നാലെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ അയാളെ നമ്മൾ കൊണ്ടുവന്നു. അയാളുടെ വാദം ശരിയല്ലെന്ന് പറഞ്ഞു, അയാൾക്ക് ദീനുമായി ബന്ധമില്ലെന്ന് പറഞ്ഞു. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ എന്താ വിഷയം? യഥാർത്ഥ ദീന് കയ്യിലില്ല. അവനാന്റെ സ്വത്തും മുതലും ഉണ്ടാക്കാനും ആളുകളുടെ ഇടയിൽ ആളാകാനും വേണ്ടി എവിടെയുണ്ടാവും. അതിന് FB പോസ്റ്റ് ഇടാനുണ്ടാവും, പ്രസംഗിക്കാനുണ്ടാവും. ദുനിയാവ് മാത്രം ലക്ഷ്യം, സമ്പത്ത് ജമാഅത്ത്. അതിനുവേണ്ടി ഇങ്ങനെ നടക്കുമ്പോ ഹുസൈനാരെ കുറിച്ച് പറഞ്ഞാൽ അവർക്കെന്താ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞാൽ അവർക്കെന്താ പ്രശ്നം? അവർക്ക് അവനാന്റെ വയറ് വീർപ്പിക്കണം എന്നല്ലാതെ എന്താ ലക്ഷ്യം?